ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓരോ പ്രോസസ്സുകളുടെ കേസിലും അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കും എന്നാണ്. അതായത് നമ്മൾ പല പ്രോസസ്സുകളും പറഞ്ഞു. ഒന്നാമത്തെ ഒരു പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്സ്. 2 അഡിയബാറ്റിക് പ്രോസസ്സ്. 3 സൈക്ലിക് പ്രോസസ്സ്. 4 ഐസോബാറിക് പ്രോസസ്സ്. ഈ 4 പ്രോസസ്സിൻ്റെയും കേസിൽ ഫസ്റ്റ് ലോക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ഗിവൺ ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മിക്സ് ഈസ് written as ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയാണ് നമ്മൾ എഴുതിയിരുന്നത്? അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. പി ഡി വി എന്നല്ല, ഇൻ ജനറൽ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ആണ് അതിൻ്റെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ഓരോ കേസിലും എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലൊക്കെ ഓരോരോ കൺസെപ്റ്റുകൾ ഉണ്ടാവും, ഒന്ന് അത് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് കേസ് ഐസോകോറിക് പ്രോസസ്സ്. ഒന്നാമത്തെ കേസിൽ ഐസോകോറിക് പ്രോസസ്സിൻ്റെ കേസിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഈസ് 0. അതായത് വോളിയം ഈസ് കോൺസ്റ്റൻറ്റ്. വോളിയം ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ഡൺ ഉണ്ടാവും. വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡി വി ആണ്. വോളിയം ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഡി വി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഈസ് 0. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ ബിക്കംസ്, നമ്മൾ ഇക്വേഷൻ 1, ഫസ്റ്റ് ലോ ബിക്കംസ്, ഫസ്റ്റ് ലോക്ക് എന്ത് സംഭവിക്കും? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇത് ഡി യു പ്ലസ് പി ഡി വി അല്ലേ? ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ ടേം 0 ആയി മാറും. നമ്മൾ പറഞ്ഞു വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴേ വർക്ക് ഡൺ സംഭവിക്കുള്ളൂ. എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ വർക്കൊക്കെ അതിലൊക്കെ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ വോളിയം കുറയും അല്ലെങ്കിൽ വോളിയം കൂടും. അപ്പോൾ ഓൺലി ഒരു എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു. ഇതിലെന്താണുള്ളത്? ഇത് നോക്കിയാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇതിലുള്ള കൺസെപ്റ്റ് എന്താണ്? ഫോർ ആൻ ഐസോകോറിക് പ്രോസസ് ഇഫ് വി ആഡ് സം ഹീറ്റ് ടു ദ സിസ്റ്റം, എന്താണ് അവിടെ സംഭവിക്കുക? നമ്മൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്താൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് അത് ഉപയോഗിക്കുക. ഐസോകോറിക് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇൻറ്റേർണൽ എനർജിയും ചേഞ്ച് ചെയ്യും, പിന്നെ അതോടൊപ്പം വർക്ക് ഡൺ ഉണ്ടാവും. ഐസോകോറിക് ആകുമ്പോൾ വർക്ക് ഡണ്ണിൻ്റെ പാർട്ട് 0 ആണ്. അപ്പോൾ മൊത്തം ഹീറ്റ് സപ്ലൈഡ് എന്തായി മാറും? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഫോർ ആൻ ഐസോകോറിക് പ്രോസസ് heat added to the system is used to change അല്ലെങ്കിൽ raise the internal energy. ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ എനർജി കൂടും. ഇപ്പോൾ ഹീറ്റ് സിസ്റ്റം പുറത്തേക്ക് വിടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ നേരെ റിവേഴ്സ്, ഇൻറ്റേർണൽ എനർജിയിൽ നിന്നായിരിക്കും അത് കുറയുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക? അതിലുള്ള കൺസെപ്റ്റ് എന്താ നോക്കാം. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ്ങും ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യില്ല. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ ദെൻ ഫസ്റ്റ് ലോ ബിക്കംസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. പി ഡി വി എന്നല്ല, ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ
ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നുള്ളതിൽ ഡെൽറ്റ ക്യൂ എന്നുള്ള ഭാഗം 0 ആണ്. സോ 0 ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡി യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇതിലെന്താണ്, ഇതിനെന്താ നമുക്ക് മനസ്സിലാക്കാം? ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നില്ല, സിസ്റ്റത്തിൽ നിന്ന് പുറത്തും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കേസിൽ അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ വർക്കിനുള്ള എനർജി എവിടുന്ന ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കുന്നത് ഇൻറ്റേർണൽ എനർജിയിൽ നിന്നാണ്. അതല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ, നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ. സോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്ക് U2 മൈനസ് U1 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ ഡി യു എന്ന് പറഞ്ഞാൽ U2 മൈനസ് U1 ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇഫ് സിസ്റ്റം ഈസ് ഡൂയിങ് വർക്ക്, സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, സിസ്റ്റമാണ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പാൻഷൻ വർക്കാണ്. ആ സമയത്ത് സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഈസ് പോസിറ്റീവ്. സിസ്റ്റത്തിൻ്റെ മേലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഈസ് നെഗറ്റീവാണ്. അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടേം പോസിറ്റീവാണ്. അപ്പോൾ ഈ മൊത്തമായിട്ട് ഈ ഭാഗം നെഗറ്റീവായി മാറും. ഓക്കെ, അപ്പോൾ U2 മൈനസ് U1 ഈസ് നെഗറ്റീവ് എന്നാവും. അതിൻ്റെ അർത്ഥം എന്താ? U1 ഗ്രേറ്റർ ദാൻ U2 എന്നല്ലേ? അല്ലേ? ഈ ഒരു സംഖ്യയിൽ നിന്ന് മറ്റേ സംഖ്യ കുറക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ കുറക്കപ്പെട്ട സംഖ്യ വലുതായിരിക്കും. അതായത് ഇൻറ്റേർണൽ എനർജി ഈസ് എനർജി U1 U2വിനെക്കാട്ടി കൂടുതലാണെന്ന് പറഞ്ഞാൽ ഫൈനൽ ഇൻറ്റേർണൽ എനർജി കുറവാണെന്നാണ്. അതായത് ഇൻറ്റേർണൽ എനർജി ഈസ് ഡിക്രീസിങ്. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സ്, ഇതാണ് ഇതിലുള്ള ഫിസിക്സ്. അടുത്ത പ്രോസസ്സ് എന്താണ്? സൈക്ലിക് പ്രോസസ്സ്. മൂന്നാമത്തെ സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? ഏത് പ്രോസസ്സാണെങ്കിലും ആദ്യം നമ്മൾ അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം PV ഡയഗ്രം ആണെങ്കിൽ അത് പ്രോസസ്സ് കഴിഞ്ഞ് എന്തായിരുന്നു? ഇപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ആ പ്രോസസ്സ് നടന്ന അവസാനം എന്ത് ചെയ്യും? ആ എ എന്ന പോയിന്റിൽ തന്നെ എത്തും. ഓക്കെ, ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആർ ഈക്വൽ. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിനെ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നപ്പോഴാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷനൊന്നും ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? ഇൻറ്റേർണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇൻറ്റേർണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ ഇനീഷ്യൽ internal energy initial internal energy equal to final internal energy, final U. Therefore du is equal to 0. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ലോ becomes ഫസ്റ്റ് ലോ എന്ത് സംഭവിക്കും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു du plus ഡെൽറ്റ ഡബ്ല്യു. അതിൽ ഈ ടേം 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഇത് കണ്ടാൽ തന്നെ അതിലുള്ള ഫിസിക്സ് മനസ്സിലായില്ലേ? അതായത് ഹീറ്റ് ആഡഡ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഹീറ്റ് ആഡഡ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. സൈക്ലിക് പ്രോസസ്സിൽ ഹീറ്റ് ആഡ് ചെയ്തത് എന്തിന് ഈക്വൽ ആയിരിക്കും? വർക്ക് ഡൺ. സ്റ്റേറ്റ് ഫംഗ്ഷൻസിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പി വി യു ഇതൊക്കെ സെയിം ആയിരിക്കും. പിന്നെ എന്തിനാ ചേഞ്ച്? അല്ലെങ്കിൽ പാത്ത് ഫംഗ്ഷൻസിനായിരിക്കും. അതായത് വർക്ക് ഡൺ
ഈസ് ഈക്വൽ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ്. ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്? ഫൈനൽ പ്രോസസ്സ് എന്താ? ഐസോബാറിക് പ്രോസസ്സ്. ഈ മേലെ പറഞ്ഞ മൂന്നിലും വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ലോയിൽ എന്തായിരുന്നു? ആദ്യത്തെ കേസിൽ ഫസ്റ്റ് ലോയിൽ ഐസോബാറിക് ആകുമ്പോൾ ഈ ടേം 0, അഡിയബാറ്റിക് ആകുമ്പോൾ ഈ ഫസ്റ്റ് ടേം 0, സൈക്ലിക് ആകുമ്പോൾ സെക്കൻഡ് ടേം 0. ഓർക്കാൻ വളരെ സുഖം. അവസാനത്ത് ഐസോബാറിക് പ്രോസസ്സിൻ്റെ കേസിൽ പ്രഷർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതിലും 0 ആവുന്ന ടേമുകളൊന്നുമില്ല. ദെർഫോർ ഫസ്റ്റ് ലോ എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു നമുക്ക് പി ഡി വി എന്ന് എഴുതാം. ഓക്കെ, പി ഡി വി. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് നിൽക്കുക. ഇതിപ്പോൾ മൊത്തമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഹീറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു യു പ്ലസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, മൊത്തം ചേഞ്ച്. ഇവിടെ ഇപ്പോൾ ഇൻഫിനിറ്റ്സിമൽ ആണല്ലോ ഇത്. ഇൻഫിനിറ്റ്സിമൽ കേസാണിത്. സോ ഒരു വലിയ എമൗണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ക്യൂ ഈസ് ഈക്വൽ ടു മൊത്തം ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? U2 മൈനസ് U1 പ്ലസ് ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ദെർഫോർ ഈ ടേം മാത്രമേ മാറുള്ളൂ, V2 മൈനസ് V1. ഓക്കെ, Q ഈസ് ഈക്വൽ ടു U2 പ്ലസ് PV2 മൈനസ് U1 മൈനസ് PV1. ഓക്കെ, PV1 U2 പ്ലസ് PV2 മൈനസ് U1 പ്ലസ് PV1. പിന്നെ മൈനസിനെ കോമൺ ആക്കി എഴുതാണ് ഇങ്ങനെ. നമ്മൾ U പ്ലസ് PV ഈസ് കോൾഡ് H, enthalpy of the system. Q is equal to H2 minus H1. That is heat added is equal to is used to change the enthalpy of system. ഈ എൻതാൽപ്പി എന്താണെന്ന് ചോദിച്ചാൽ, എൻതാൽപ്പി ഈസ് ദ സം ഓഫ് internal energy and product of pressure and volume. ഓക്കെ, ആ ഒരു ക്വാണ്ടിറ്റിക്ക്, ഒരു സിസ്റ്റത്തിലെ ഇൻറ്റേർണൽ എനർജിയെ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും പ്രൊഡക്റ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആ ക്വാണ്ടിറ്റിനെ ഡിഫൈൻ ചെയ്ത് അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എൻതാൽപ്പി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് ഫങ്ഷൻ. എൻതാൽപ്പി ഈസ് ദ ഹീറ്റ് ഫങ്ഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഈ ഡെഫിനേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്?
ഇവിടുന്ന് ഇതാ കോൺസ്റ്റൻറ്റ് പ്രഷർ ആവുന്ന സമയത്ത് എൻതാൽപ്പിയുടെ ചേഞ്ചാണ് എന്ത് ഹീറ്റ് ആഡഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.